എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. ഇന്ന് ഡേ 12 വാരാഹി സ്പെഷ്യൽ പൂജയാണ് നടക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോസിലെല്ലാം എല്ലാവരും പേരും ആവശ്യവും നക്ഷത്രവും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോസിൻ്റെ താഴെയും പേരും ആവശ്യവും നക്ഷത്രവും മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. വോയിസ് പോയിരിക്കുകയാണ്. ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് മാക്സിമം വോയിസിലാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഡേ 12 വാരാഹി സ്പെഷ്യൽ പൂജയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പൂജ ഒരു തടസ്സവും ഇല്ലാതെ 12ാമത്തെ ദിവസം നീങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ പൂജ വളരെ പ്രത്യേക ഫോക്കസ് കൊടുത്തിട്ടുള്ള ഒരു പൂജയാണ്. അതായത് ധനസംബന്ധമായ കാര്യങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്കും, അതുപോലെ കുടുംബൈക്യം, അതായത് ദാമ്പത്യ ബന്ധം വളരെ നല്ലതല്ലാതെ പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ അവരുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും, പിന്നെ രോഗബാധിതർ, അവരെ ഒഴിവാക്കാൻ നമുക്ക് പറ്റുന്നതല്ല. രോഗബാധിതരായിട്ടുള്ള വ്യക്തികൾക്ക് രോഗം ഭേദമാകാനും, അതുപോലെ അവരുടെ കുടുംബത്തിന് അഭിവൃദ്ധിയും എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും കിട്ടുവാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ പൂജയാണ് ഇന്ന് നടക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ആവശ്യം തന്നെയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ സാമ്പത്തിക ശേഷി ഒരാളെ ആ ഒരു സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ചയുള്ളവർക്ക് മാത്രമേ നല്ല റെസ്പെക്റ്റ് കിട്ടുള്ളൂ, അവരെ മാത്രമേ എല്ലാവരും വില കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ്, ഒന്ന് രണ്ട് കമൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾക്കൊന്നും ഇല്ലായ്മയായതുകൊണ്ട് നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ സാമ്പത്തികം അധികമുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ആര് കണ്ടു? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. സാമ്പത്തികം വളരെ നല്ല രീതിയിൽ ഉയർച്ചയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കണ്ണുമടച്ച് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എത്ര ഉയർച്ച ഉണ്ടെങ്കിലും അവരുടെ ലൈഫിൽ സങ്കടങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ സന്തോഷങ്ങളും ഉണ്ടാവും. എന്ന് കരുതി നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കിപ്പോൾ ഒരാളെ ബോധിപ്പിക്കാനായിട്ട് നമുക്ക് അങ്ങനെ അയാളെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ നീങ്ങിപ്പോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മാക്സിമം നമ്മൾ നമ്മളുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്, മറ്റുള്ളവരുടെ ആവശ്യമല്ല. ഒരിക്കലും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു സംഭവം മാറ്റിക്കഴിഞ്ഞാൽ പകുതിയും നമ്മുടെ ലൈഫ് സേഫാണ്. നമ്മുടെ കാര്യങ്ങൾ ഒരിക്കൽ പോലും മറ്റുള്ളവർ വിചാരിച്ച് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ രീതിക്ക് അത് പോവുള്ളൂ. ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് പിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം. വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, അത് എൻ്റെ കേസ് തന്നെ എടുക്കാം. ഞാൻ ഇപ്പോഴും അതെ, ഇപ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പോലും ഒരിക്കലും ഞാൻ മറ്റുള്ളവരെ നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഫീൽ ചെയ്യും, മനുഷ്യരാണല്ലോ, ഫീൽ ചെയ്യും അവരെന്താണ് വിചാരിക്കുക എന്ന് ഫീൽ ചെയ്യും എന്ന് കരുതി അവർക്ക് മുൻതൂക്കം കൊടുത്ത് എൻ്റെ ലൈഫിൽ ഞാൻ ചേഞ്ച് വരുത്തിയിട്ടില്ല ഇന്ന് വരെ. അങ്ങനെ ചേഞ്ച് വരുത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അത് ഞാൻ എവിടെയും പറയും. ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്. നമ്മൾക്ക് ഉപയോഗം ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. നമുക്കൊരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ നമുക്ക് വേണ്ടുന്ന ഒരു കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ അതൊരു കള്ളത്തരം ആവാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനൊരു എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവാവട്ടെ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ആവട്ടെ, കുട്ടികൾ, ഇവരൊക്കെയാണ് നമ്മുടെ ലോകം, അല്ലേ? അല്ലാതെ നമ്മുടെ റിലേറ്റീവ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നൈബേഴ്സിനെ, അതായത് അയൽവക്കക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാട്ടിക്കൂട്ടിയാലും അത് ചെന്ന് അവസാനിക്കുന്നത് പൊട്ടൻ കിണറ്റി ചാടിയ പോലെ അവസ്ഥയായിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്.
നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൽ സാമ്പത്തിക ഉയർച്ച കൂടുതലും അല്ലെങ്കിൽ സാമ്പത്തികമായി കുറഞ്ഞ അവസ്ഥ, അവർക്ക് ഇങ്ങനെ റെസ്പെക്റ്റ് കിട്ടുള്ളൂ, അങ്ങനെയുള്ള ആ ഒരു വേർതിരിവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോംപ്ലക്സ് പോലും ഒരിക്കലും പാടില്ല. അത് നമ്മുടെ ലൈഫിൽ ചെറിയ രീതിയിലല്ല, ഒരുപാട്, അതായത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ലൈഫ് അഫക്റ്റ് ചെയ്യും. മാക്സിമം നമ്മൾക്ക് നമ്മുടെ വേണ്ടുന്ന ആ ഒരു സർക്കിളിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും ചെയ്യരുത്. അത് നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറും ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഫ്യൂച്ചറും അന്നേരം ബിഗ് സീറോ ലെവലിൽ തന്നെ ആയിരിക്കും. ഒരിക്കലും അതിലൊരു ഉയർച്ച നിങ്ങൾക്ക് കാണാനാവില്ല. മാക്സിമം നമ്മൾ എന്തൊക്കെ എഫേർട്ട് ഇടാൻ പറ്റും, നമുക്കിപ്പോൾ ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ജോലിയാണ് വേണ്ടത്, അപ്പോൾ അതിനുള്ള എഫേർട്ട് നിങ്ങളിടുക. മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടാവരുത്, ഒരു കാര്യമില്ല, നടക്കില്ല. നമ്മൾ പഠിക്കുക, നമ്മൾ എഫേർട്ട് ഇടുക. ഏതാണോ നമുക്ക് പഠിക്കാൻ ഉള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൽ ഫോക്കസ് കൊടുക്കുക. അതുപോലെ ദൈവത്തിനെ മറന്നിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പക്കയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ വിജയവും, കൂടാതെ നിങ്ങളുടെ അനുഗ്രഹവും ദേവിയുടെ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹവും. അപ്പനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും അവരും ദൈവത്തിന് തുല്യം തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ചിലരൊക്കെ ഭയങ്കര മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാവും, ആ കൂട്ടരെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് നന്മകൾ മാത്രം പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നന്മ മാത്രം പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അപ്പനുമ്മമാരുണ്ട്. ഭർത്താക്കന്മാരുടെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ആരെയും ഞാൻ വേർതിരിവോ അങ്ങനെ ഒന്നും പറയുന്നില്ല. അവരുടെ അപ്പനും അമ്മയും ശരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ അവരെ പറയുന്നത് പോലെ കേൾക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരെയും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇത്ര മാത്രം, നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹവും അതിൻ്റെ കൂടെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും വളരെ അത്യാവശ്യമാണ്. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ ഒരാളെ മോശമായി ചിത്രീകരിക്കുക എന്ന് ഉദ്ദേശിച്ചത്, ഒരു ഉപകാരം ചെയ്ത വ്യക്തിയെ മാക്സിമം എങ്ങനെ ദ്രോഹിക്കാമോ അങ്ങനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ചിരിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ചിരി നിങ്ങൾക്ക് വെറും താൽക്കാലികം മാത്രം. ഒരാളെ ദ്രോഹിച്ചിട്ട് നിങ്ങൾ ഏത് നല്ല കാര്യം ചെയ്യാൻ നിങ്ങൾ ഏത് മഹാദേവനെയോ അല്ലെങ്കിൽ ഏതൊരു ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ വിളിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന് നിരക്കാത്ത പരിപാടിയാണ് ഫസ്റ്റ് ചെയ്തത്. എന്നിട്ട് ദൈവത്തിനെ വിളിച്ചാൽ കേൾക്കുമോ ദൈവം? ഒരിക്കലുമില്ല. അവർക്ക് ആ ഒരു പ്രതീക്ഷ അവർ വിടുന്നതാണ് നല്ലത്. കാര്യം അവർ ആ വിചാരിക്കുന്ന കാര്യം അവർക്ക് നടക്കാനേ പോണില്ല, ഈ ജന്മത്ത് നടക്കില്ലെന്നേ. കാര്യം സ്വന്തം അപ്പനും അമ്മയും ആണ് കൺകണ്ട ദൈവം. അവർ മാക്സിമം എല്ലാവരും നന്നാവാൻ വേണ്ടി പറയുള്ളൂ, എന്നാലും കുറേയൊക്കെ കേട്ട് നിൽക്കും എന്ന് കരുതി എന്തും പറയാം, എന്തും ചെയ്യാം, ഏത് ദ്രോഹത്തിനവും ചെയ്യാം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നല്ലതായിരിക്കില്ല. അതുപോലെ അവർക്കെല്ലാം നാശം മാത്രമായിരിക്കും. സത്യമായ കാര്യമാണ് കേട്ടോ. അത് നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ, ദേവിയെ ആരാധിക്കണം. വാരാഹി ദേവി സത്യമാണ്. വാരാഹി ദേവിയുടെ മന്ത്രം വളരെ പവർഫുള്ളാണ്. വാരാഹി ദേവി നമ്മളെ ചേർത്ത് പിടിക്കും, ഏതൊരവസ്ഥയിൽ നിന്നും നമ്മളെ കൈവെടിയില്ല. വളരെ ശക്തിയായ പവർഫുള്ളായിട്ടുള്ള ദേവിയാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് തരാനായിട്ട് ദേവിക്ക് ഒരു നിമിഷം മതി. ഈ ഒരു മന്ത്രം വളരെ ശക്തിയായ അഷ്ടോത്തരമാണ്, വാരാഹി ദേവിയുടെ അഷ്ടോത്തരമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുമ്പോൾ 21 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് നിങ്ങൾക്കൊരു 2-3 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ പൂജയുടെ ആ ഒരു കണ്ടിന്യൂസ് ആയതുകൊണ്ട് മാക്സിമം അർദ്ധരാത്രി ജപിക്കാൻ ശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയക്കുറവ് മൂലം നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം, ആ ടൈമിൽ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പം ഒരിക്കലും മന്ത്രം ചൊല്ലുന്നത് മിസ്സാക്കരുത്.
നിങ്ങൾ ഏത് കാര്യമാണോ വിചാരിക്കുന്നത് ആ കാര്യത്തിൽ മെയിനായിട്ട് ഫോക്കസ് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും റിലാക്സ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഏതാ മന്ത്രം എന്നുള്ളത് ഇതിനകത്ത് മെൻഷൻ ചെയ്യാം, കൂടെ ചൊല്ലു കേട്ടോ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ.
ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ചതുർഹസ്തായേ നമഃ. ഓം അന്തേ അന്തിന്യേ നമഃ. ഓം രുംദേ രുംദിന്യേ നമഃ. ഓം ജംബേ ജംബിന്യേ നമഃ. ഓം മോഹേ മോഹിന്യേ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യേ നമഃ. ഓം ദേവേശ്യേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ.
ॐ अष्टभुजायै नमः। ॐ चतुर्हस्तायै नमः। ॐ अन्धे अन्धिन्ये नमः। ॐ रुन्धे रुन्धिन्ये नमः। ॐ जम्बे जम्बिन्ये नमः। ॐ मोहे मोहिन्ये नमः। ॐ स्तम्भे स्तम्भिन्ये नमः। ॐ देवेशे नमः। ॐ शत्रुनाशिन्ये नमः। ॐ अष्टभुजायै नमः। ॐ चतुर्हस्तायै नमः।